നമസ്തേ, പ്രീതാസ് കിലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും ആപ്പത്തിനും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്കക്കറിയാണ്. സാധാരണ നമ്മൾ കോവയ്ക്കയുടെ മീൻകറി, മോരുകറി ആ രീതിയിലൊക്കെ അല്ലേ ഉണ്ടാക്കല്ലേ. ഇത് അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോവയ്ക്കക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കോവയ്ക്കക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കിലോ കോവയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലൊരു 10-20 കോവയ്ക്ക ഉണ്ടാവും. ഇനി ഇത് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിതാ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ടേ പറഞ്ഞാൽ ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് 4 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് കറിയിലേക്കല്ലേ, ഉപ്പേരിയിലേക്കൊന്നുമല്ലല്ലോ. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു കഷ്ടിയൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കഷ്ടി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കോവയ്ക്ക കഴുകിയിട്ട് കുറച്ച് നേരമായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വെള്ളം തീരില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കോവയ്ക്ക കഴുകി ഉടനെയൊക്കെ ആണെങ്കിൽ അതിൽ കുറേശ്ശെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളം തളിക്കേണ്ടതെന്ന് ആവശ്യമില്ല. ഇപ്പോൾ ആ മസാലയൊക്കെ, ഉപ്പും മസാലയൊക്കെ എല്ലാം കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും നേരെ പോലെ ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാള തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 7 വെളുത്തുള്ളി അല്ലി, നല്ല വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്. ആ നാടൻ ഇഞ്ചിക്ക് നല്ല മണമുണ്ട്. നാടൻ അല്ലാത്ത ഇഞ്ചിയാണെങ്കിൽ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തോളൂ. 3 പച്ചമുളക്. മുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് എണ്ണ മതി. അതിലേക്ക് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, ആ കോവയ്ക്ക എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇപ്പം നേരെ നിരത്തി ഇട്ട് കൊടുക്കില്ലേ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കോവയ്ക്ക ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ 2 പിടി ഫ്രഷ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 7 കാഷ്നട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിത് ചപ്പാത്തിക്കുള്ള കറി ആവുകൊണ്ടാണ് 7 എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചോറിനാണെങ്കിൽ കാഷ്നട്ടിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നേരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ കോവയ്ക്കയുടെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ടോ അടച്ചു വെക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം അത്യാവശ്യം കോവയ്ക്കൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. കോവയ്ക്കൊക്കെ അധികം വേവൊന്നുമില്ല. ഇപ്പോൾ കോവയ്ക്ക ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയ്ക്ക് അങ്ങോട്ട് ഫ്രൈ ആയാൽ മതി. നമ്മുടെ കറിയിലേക്കുള്ളതല്ലേ, അപ്പോൾ ഇത്രയ്ക്ക് മതി. ഇനി നമുക്ക് ഈ പാൻ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്ത് വെക്കുന്നത്. ചട്ടി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. ഇത് ഉരുകി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിലധികമൊക്കെ എണ്ണ ഉണ്ടാവും. ഇപ്പോൾ എണ്ണയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. പട്ട ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതുപോലെ നീളത്തിൽ അരിയണമെന്ന് നിർബന്ധമില്ല. ചെറുതാക്കിയിട്ട് പൊടി പൊടിയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പം സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും റോസ്മെല്ലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിക്ക് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണെങ്കിൽ രണ്ടും ഓരോ ടീസ്പൂണ് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും മീതെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ടിയൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും മീതെ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം എല്ലാ പൊടികളും ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചട്ടിയാണ്, ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, അപ്പോൾ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ചപ്പാത്തിക്കാവുകൊണ്ടാണ് ഒരു തക്കാളി ചേർത്തിട്ടുള്ളത്. ചോറിനാണെങ്കിൽ ഒരു 2 തക്കാളിയൊക്കെ ചേർത്തോളൂ. അത്യാവശ്യം പുളി വേണ്ടേ. ഇപ്പം തക്കാളിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേഗം വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചു. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തവി കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. തക്കാളിയൊക്കെ ഇപ്പം നന്നായി ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്സോളം ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു 3-4 തിളച്ചോട്ടെ. ആ മസാലയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഇപ്പം മസാലയും ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കറിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. സവാള വഴറ്റുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. വെള്ളമൊക്കെ തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ചുകൂടി വെള്ളം വേണം, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകിക്കോട്ടെ. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. കാരണം അതിൽ കുറച്ച് നമ്മൾ കാഷ്നട്ടൊക്കെ ഒന്ന് ചേർത്തിട്ടില്ലേ. ഇപ്പം ഗ്രേവിയൊക്കെ ആവശ്യത്തിന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, ആ കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കോവയ്ക്ക ഇട്ടതിന് ശേഷം പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മതി. കാരണം കോവയ്ക്കൊക്കെ ഫ്രൈ ചെയ്തെടുത്തതാണ്, അതിൽ മസാലയും ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ കോവയ്ക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയോ തിക്നെസ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി എരിഞ്ഞ മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.